ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവ്. ആധുനിക യുദ്ധത്തിന്റെ സ്വഭാവം വേഗത്തിൽ മാറുന്ന ഈ കാലഘട്ടത്തിൽ ആളില്ലാ സംവിധാനങ്ങളെ കേന്ദ്രമാക്കി ഇന്ത്യൻ സൈന്യം നടത്തുന്ന സാങ്കേതിക മുന്നേറ്റങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവായി മാറുകയാണ്. ശക്തി ബാൻഡ് ഡ്രോൺ റെജിമെന്റുകളും ദിവ്യാസ്ത്ര ആർട്ടിലറി ബാറ്ററികളും ഈ മാറ്റത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണങ്ങളാണ്. പരമ്പരാഗത പീരങ്കി യുദ്ധത്തെ ഡ്രോൺ സാങ്കേതിക വിദ്യയുമായി സംയോജിപ്പിച്ചിരിക്കുന്ന ഈ ആശയം കുറഞ്ഞ മനുഷ്യ അപകട സാധ്യതയോടെ കൂടുതൽ കൃത്യതയും വേഗതയും ഉറപ്പാക്കുന്ന ഒരു പുതിയ യുദ്ധ മാതൃകയെയാണ് അവതരിപ്പിക്കുന്നത്. ശക്തി ബാൻഡ് ഡ്രോൺ റെജിമെന്റുകളുടെ രൂപീകരണം ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണശേഷിയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നു. 15 മുതൽ 20 വരെ റെജിമെന്റുകൾ, സ്വയം ഡ്രോണുകൾ, അലഞ്ഞുതിരിയുന്ന യുദ്ധോപകരണങ്ങൾ, 5 മുതൽ 500 കിലോമീറ്റർ വരെ ആക്രമണം നടത്താൻ കഴിയുന്ന ദീർഘദൂര UAVകൾ എന്നിവയോടെ സജ്ജീകരിച്ചിരിക്കുകയാണ്. ഈ സംവിധാനങ്ങളുടെ പ്രധാന സവിശേഷത അവ പീരങ്കി യൂണിറ്റുകളുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതാണ്. അതുവഴി തത്സമയ നിരീക്ഷണ വിവരങ്ങൾ അടിസ്ഥാനമാക്കി കൃത്യമായ വെടിവയ്പും ആക്രമണവും നടത്താൻ സാധിക്കുന്നു. ഏകദേശം 2000 കോടി രൂപ ചിലവഴിച്ചുള്ള ഈ പദ്ധതിയിൽ ഇന്ത്യൻ ആർമി തദ്ദേശീയ പ്രതിരോധ വ്യവസായങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. സോളാർ ഡിഫൻസ്, അദാനി ഡിഫൻസ്, റാഫേൽ എന്നിവരടക്കമുള്ള കമ്പനികൾ ഈ രംഗത്ത് പ്രധാന മത്സരാർത്ഥികളായി ഉയർന്നിട്ടുണ്ട്. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ കർത്തവ്യ പാതയിൽ ശക്തിബാൻ നടത്തിയ അരങ്ങേറ്റം ഇന്ത്യയുടെ ഭാവി യുദ്ധസന്നദ്ധയുടെ ദൃശ്യാവിഷ്കാരമായിരുന്നു. ഉയർന്ന മൊബിലിറ്റി വാഹനങ്ങളിൽ ഘടിപ്പിച്ച സ്വയം ഡ്രോണുകൾ, ടെതേർഡ് ഡ്രോൺ സിസ്റ്റങ്ങൾ, പീരങ്കി ദിശാനിർണയത്തിനായി ഉപയോഗിക്കുന്ന സോഡ് ഹൈബ്രിഡ് UAV എന്നിവ പരേഡിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. ദിവ്യാസ്ത്രയോടൊപ്പം നടന്ന ഈ പ്രദർശനം ആത്മനിർഭർ ഭാരത് എന്ന ആശയം സൈനിക രംഗത്തും എത്രത്തോളം ആഴത്തിൽ നടപ്പാക്കപ്പെടുന്നു എന്നതിന്റെ ശക്തമായ സന്ദേശമായിരുന്നു. ഖാർഗ ചക്ര, ശക്തി പ്രഹാർ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ആളില്ലാ ആയുധ സംവിധാനങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ ചിന്താഗതിയിൽ ഉണ്ടാക്കുന്ന മാറ്റം വ്യക്തമായി അടയാളപ്പെടുത്തി. ദിവ്യാസ്ത്ര ആർട്ടിലറി ബാറ്ററികൾ ശക്തി ബാൻഡ് തന്ത്രപരമായ തുടർച്ചയെന്നോണം പ്രവർത്തിക്കുന്നു. ഏകദേശം 35 മുതൽ 40 വരെ ദിവ്യാസ്ത്ര ബാറ്ററികൾ വിവിധ തരം ഡ്രോണുകൾ ഉപയോഗിച്ച് നിരീക്ഷണവും ആക്രമണവും ഏകോപിപ്പിക്കുന്നു. ഹൈ മൊബിലിറ്റി പ്ലാറ്റ്ഫോമുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ ബാറ്ററികൾ സ്വയം ഡ്രോണുകളും ടെതേർഡ് സിസ്റ്റങ്ങളും സോൾട്ട് UAVകളും ചേർന്ന് പ്രവർത്തിക്കുന്നതിനാൽ പ്രതികരണ സമയം ഗണ്യമായി കുറയുന്നു. വായുകര ഇലക്ട്രോണിക് യുദ്ധ മേഖലകളിൽ ഉടനീളം മൾട്ടി ഡൊമെയിൻ ഓപ്പറേഷനുകൾക്ക് പിന്തുണ നൽകുന്ന ഈ സംവിധാനം പീരങ്കി വെടിവെപ്പിനെ ഒരു നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധമായി മാറ്റുന്നു. ശക്തിബാനും ദിവ്യാസ്ത്രയും ചേർന്ന് ഇന്ത്യയെ ഡ്രോൺ ആധിപത്യത്തിലേക്കാണ് നയിക്കുന്നത്. 1,00,000-ലധികം പരിശീലനം ലഭിച്ച പ്രവർത്തകർ ഇതിനകം തന്നെ ഈ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യാൻ സജ്ജരായി കഴിഞ്ഞു. ശക്തിബാൻ സ്കെയിലബിൾ ദീർഘദൂര ആക്രമണങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ദിവ്യാസ്ത്ര തത്സമയ തീ നിയന്ത്രണത്തിലൂടെയും കൃത്യമായ ലക്ഷ്യനിർണയത്തിലൂടെയും പീരങ്കി യുദ്ധത്തെ കൂടുതൽ ഫലപ്രദമാക്കുന്നു. നിരീക്ഷണത്തിൽ നിന്നും ആക്രമണത്തിലേക്കുള്ള ഈ സീംലെസ് മാറ്റമാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ പുതിയ യുദ്ധ ദർശനത്തിന്റെ അടിത്തറ. ഈ മാറ്റത്തിന് പിന്നിലെ സാങ്കേതിക ശക്തിയും ആത്മനിർഭരതയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഹാറോപ്പ്, മിനി ഹാർപ്പി, പീസ് കീപ്പർ, ATS സ്കൈ സ്ട്രൈക്കർ തുടങ്ങിയ ആകാശ യുദ്ധോപകരണങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രഹരശേഷിയെ കൂടുതൽ ആഴത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു. 1000 കിലോമീറ്റർ വരെ ദീർഘദൂര ആക്രമണ ദൗത്യങ്ങൾ, ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളിൽ കൃത്യമായ പ്രഹരങ്ങൾ, ഒരേ സമയം 100 കണക്കിന് സ്വയം ഡ്രോണുകൾ വിന്യസിക്കുന്ന ആക്രമണങ്ങൾ എന്നിവയ്ക്ക് ഇവ പിന്തുണ നൽകുന്നു. ഇതെല്ലാം ചേർന്ന് ഇന്ത്യൻ സൈന്യം ആളില്ലാ സംവിധാനങ്ങളെ കേന്ദ്രീകരിച്ച ഒരു പുതിയ യുഗത്തിലേക്ക് കടന്നുവെന്ന് വ്യക്തമാക്കുന്നു. ഒടുവിൽ ശക്തിബാനും ദിവ്യാസ്ത്രയും വെറും പുതിയ ആയുധ സംവിധാനങ്ങൾ മാത്രമല്ല, അവ ഇന്ത്യയുടെ പ്രതിരോധ ചിന്താഗതിയിലെ അടിസ്ഥാനപരമായ മാറ്റത്തിന്റെ പ്രതീകങ്ങളാണ്. മനുഷ്യജീവിതത്തിന്റെ അപകട സാധ്യത കുറച്ച് സാങ്കേതിക മികവിലൂടെ കൃത്യതയും വേഗതയും ഉറപ്പാക്കുന്ന ഈ ഡ്രോൺ നയിക്കുന്ന യുദ്ധമാതൃക ഭാവിയിലെ യുദ്ധഭൂമികളിൽ ഇന്ത്യയെ ശക്തമായ സ്ഥാനത്ത് നിർത്തുമെന്ന കാര്യം ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.